ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ പ്രാർത്ഥനയാൽ നിൽക്കുന്നു. ദൈവം നമ്മളുടെ അടുത്ത് എല്ലാവരും സംസാരിക്കട്ടെ. ഈ ടോപ്പിക്ക് ഇനി ഫർദർ പോകുമ്പോൾ ആ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ യോഹന്നാനിലുള്ള ലേഖനത്തിൽ നമ്മൾ ജീവിതത്തിൽ പ്രായോഗികം ആക്കേണ്ട കാര്യം ഡിഫിക്കൽട്ടായി വരും. ബിക്കോസ് ഈ പ്രസംഗിക്കുന്ന ആൾ തന്നെ അത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോ യൂസ് എന്നാണ് പറയുന്നത്, അല്ലേ? പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വഴി നമ്മളെല്ലാവരെയും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതാ ഈ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഗോഡ് ഇസ് ലവ് അല്ലെങ്കിൽ ഗോഡ് ഇസ് ലവ്, ദൈവം സ്നേഹമാവുന്നു എന്ന് പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാനും എളുപ്പമാണ്, ഒരു വലിയ എസ്സേ എഴുതാനും എളുപ്പമാണ്, ബുക്സ് എഴുതാനും എളുപ്പമാണ്. പക്ഷേ അതിൽ നമ്മൾ ജീവിതത്തിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ, ആപ്ലിക്കേഷനിലോട്ട് വരുമ്പോൾ ദൈവം തന്നെ നമ്മളെ സഹായിക്കാതെ നമുക്ക് പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിലും കൃപയിലും പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ പഠിപ്പിക്കണം, നമ്മളെ നയിക്കണം. അല്ലാതെ നമുക്ക് ഒരിക്കലും നമ്മളുടെ ഈ ഒരു കാര്യം, സ്നേഹം എന്ന് പറഞ്ഞ ഒരു കാര്യം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന കാര്യം നമ്മളുടെ സെൽഫിൽ നിന്ന് ബിൽഡ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനോ ഒന്നും സാധ്യമല്ല. ദൈവം ഈ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കൂടെ കടത്തിവിടുമ്പോൾ ഈ സ്നേഹം ജസ്റ്റ് നാച്ചുറലി ഉണ്ടാവത്തില്ല. അത് ദൈവം തന്നെ അത് ട്രെയിൻ ചെയ്ത് നമ്മളെ ആ സ്നേഹത്തിലോട്ട് വിടുക. നാച്ചുറലായിട്ട് മനുഷ്യനെല്ലാവരും സ്നേഹിക്കാറുണ്ട്, അല്ലേ? ഇപ്പം ഒരു മാതാവാണെങ്കിൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാറുണ്ട്, പിന്നെ വുമണിനെ സ്നേഹിക്കാറുണ്ട്, വുമൺ മാനിനെ സ്നേഹിക്കാറുണ്ട്. ആ ഒരു സ്നേഹം ഈ ലോകത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ ഒരു ശത്രുവിനെ സ്നേഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് തിന്മ ചെയ്യുന്നവരുടെ അടുത്ത് സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് ഇത് ഭയങ്കര പാടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു ഫോളോ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ പഴയ സെൽഫ്, നമ്മളുടെ പഴയ മനുഷ്യന് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ശരീരമാണ് നമ്മളുടെ. അതായത് നമുക്ക് വാശിയുണ്ട്, വൈരാഗ്യമുണ്ട്, നമുക്ക് എല്ലാ കാര്യം നമ്മളിലുണ്ട്. ആ പഴയ സെൽഫിൻ്റെ എല്ലാ വശങ്ങളും നമ്മളിലുണ്ട്. അപ്പോൾ അതെല്ലാം ബ്രേക്ക് ചെയ്ത് വരണമെങ്കിൽ കുറച്ച് പാടാം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ബലം ഇല്ലാതെ നമുക്കിത് പ്രാപിക്കാനോ അല്ലെങ്കിൽ ഇത് സ്നേഹത്തിൽ ജീവിക്കാൻ ഭയങ്കര പാടാം. നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലോട്ട് വരാം. ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായം, അതിൻ്റെ കഴിഞ്ഞ ആഴ്ച വായിച്ച തന്നെ 5-ാമത്തെ വാക്യം. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്ക് അറിയാം. ആ പെർഫെക്റ്റ് ലവ്, വാസ്തവമായിട്ട് ദൈവത്തിൻ്റെ ആ സ്നേഹം പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നു, പരിപൂർണമായിട്ടിരിക്കുന്നു. അത് ഞാൻ എൻ്റെ അയലോക്കക്കാരെ കർത്താവ് പറഞ്ഞ രീതിയിൽ ഞാൻ സ്നേഹിക്കുകയാണെങ്കിൽ ഗോഡ്സ് ലവ് ഈസ് പെർഫെക്റ്റഡ് ഇൻ മീ. ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ പെർഫെക്റ്റ് ആയി ഇരിക്കുക. നമ്മൾ 5-6 വാക്യത്തിൽ നിന്ന് ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കി കഴിഞ്ഞ ആഴ്ച. യോഹന്നാൻ എന്താ കവർ ചെയ്യുന്നത്? ഫ്രം ദി ഫസ്റ്റ് ടു ദി വെരി ലാസ്റ്റ്. ആദ്യം നമുക്കറിയാം ഒബീഡിയൻസ് ആണ്, അല്ലെ? അനുസരണം എന്താ നമ്മൾ നോക്കിയത്? അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവം പഠിപ്പിക്കുന്ന വാക്ക് മീൻസ് വേർഡ്. ദൈവം പഠിപ്പിക്കുന്ന കമാൻഡ്മെന്റ്സ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ലവ്, സ്നേഹം. അപ്പോൾ ആ സ്നേഹത്തിനെ പറ്റി കുറച്ച് നമ്മൾ കവർ ചെയ്തു. ഈ ആഴ്ച കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ കവർ ചെയ്യാൻ പോവാം. ദെൻ 3-ാമത്തെ പ്രിൻസിപ്പിൾ ഡു നോട്ട് സിൻ, അല്ലേ?
നമ്മൾ ഈ യോഹന്നാന്റെ ലേഖനത്തിൽ എല്ലാ കോർണറിലും നമ്മൾ കാണുന്നതാ, നമ്മൾ പാപം ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരിക്കലും പാപം ചെയ്യാൻ പാടില്ല. പിന്നെ 4ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ദ പ്രസൻസ് ഓഫ് ഹിസ് ഹോളി സ്പിരിറ്റ്. അപ്പോൾ സ്പിരിറ്റ് ഓഫ് ഗോഡ് മേ യുവർ ടീച്ചർ ബി. ഇത് പല രീതിയിലും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നയിക്കും. വചനം നമുക്ക് പഠിപ്പിച്ചു തരും, വചനത്തിൽ അനുസരിച്ച് ജീവിക്കാൻ ഉള്ള കൃപയും തരും. ഇതെല്ലാം ഒരു പ്രിൻസിപ്പിളായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ടീച്ചിങ് അല്ലെങ്കിൽ ഡോക്ട്രിൻ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഡോക്ട്രിൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ലേഖനം തന്നെയാണ്. ബിക്കോസ് ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു സമ്മറൈസ്ഡ് ഫോം. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, അത് ക്രൈസ്റ്റിൻ്റെ നേച്ചർ എങ്ങനെയാ, അത് സ്വഭാവം എങ്ങനെയാ, ക്രിസ്തുവിൻ്റെ സ്വഭാവം എങ്ങനെയാ, അതനുസരിച്ച് ജീവിക്കാൻ നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരു ലേഖനം തന്നെയാണ്. ദെൻ 6ാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അബൈഡിങ്, ദൈവത്തിൽ വസിക്കുക, കൂടെ വസിക്കുക, അല്ലേ. ദെൻ 7ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫെലോഷിപ്പ് വിത്ത് ദി ഫാദർ. കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ കുറച്ചുകൂടെ ഇലാബറേറ്റഡ് ഫോം കണ്ടു. പക്ഷേ നമ്മൾ ഇനി അങ്ങോട്ട് ക്ലാസ്സുകൾ പോകുമ്പോൾ ഓരോ ടോപ്പിക്സാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഇന്നത്തെ ടോപ്പിക്ക് സ്നേഹം തന്നെയാണ്. നമുക്ക് താഴോട്ടൊന്ന് വായിക്കാം. 6, 7, 8, 9, 10, 11, 11 വരെ. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. താങ്ക് യു ബ്രദർ. നമ്മൾ ഇതിൻ്റെ ബേസിക് ഇത് വെൻ ഗോഡ്സ് ലവ് ഇസ് പെർഫെക്റ്റഡ്, നമ്മൾ 5ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ പരിപൂർണമാവുന്ന ഒരു വിഷയം തന്നെയാണ്. അതിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9, 10 വാക്യമാണ്. ഹി ദാറ്റ് സെഡ് he is in the light and hate his brother is in the darkness even till now. He that loveth his brother abideth in the light, and there is no occasion of stumbling in him. Verse 11, but he that hateth his brother is in the darkness, and walketh in the darkness, and knoweth not whither he goes, because the darkness has blinded his eyes. Okay, ഇത് ആക്ച്വലി പുതിയ കമാൻഡ്മെന്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. പക്ഷെ യോഹന്നാൻ തന്നെ 7ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ കമാൻഡ്മെന്റ്. ഇത് പഴയ കമാൻഡ്മെന്റാ, പണ്ട് പോലെ ഉള്ള ഒരു കമാൻഡ്മെന്റാ. അപ്പൊ ഇത് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കമാൻഡ്മെന്റ് തന്നത്, ദൈവവചനത്തിൽ എങ്ങനെ തന്നത്? ലേവ്യർ പുസ്തകത്തിൽ തന്നെ പോവാം നമുക്ക്. ലേവ്യർ പുസ്തകം 19-ാമത്തെ അധ്യായം 17, 18, 17 and 18. സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്. കൂട്ടുകാരന്റെ പാവം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താല്പര്യമായി ശാസിക്കണം. പ്രതികാരം ചെയ്യരുത്. നിന്റെ ജനത്തിന്റെ മക്കളോട് പക വയ്ക്കരുത്. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ യഹോവയാകുന്നു. താങ്ക് യു ബ്രദർ. അപ്പൊ ഇത് നമുക്കറിയാം, ഇത് പഴയ നിയമത്തിലുള്ള ഒരു കാര്യമാണ് കർത്താവ് ഇവിടെ ദൈവം അല്ലെങ്കിൽ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും വിചാരിക്കില്ല സ്നേഹം പുതിയ നിയമത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാ എന്നുള്ള പഠിപ്പീര്. അത് തെറ്റാ. പഴയ ആൾക്കാർക്ക്, അല്ലെങ്കിൽ റൈറ്റ് ഫ്രം ദ വെരി ബിഗിനിങ്, ആദ്യം മുതൽ ദൈവം സ്നേഹം എന്താ, ആ ഇമ്പോർട്ടൻസ് എന്താ, അത്
മനുഷ്യന് പറഞ്ഞു കൊടുക്കുവാൻ, അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കാൻ ദൈവം തന്നെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. Now, thou shall not hate thy brother in thine heart. അല്ലേ? Thou shall, ഇംഗ്ലീഷിൽ thou shall not hate thy brother in thy heart. നമ്മൾ ആരും നമ്മളുടെ സഹോദരനെ ഹൃദയത്തിൽ അകത്തു നിന്ന് നമ്മൾ വെറുക്കല്ല, അല്ലെങ്കിൽ പഴിക്കല്ല. അല്ലേ? നമ്മൾ ഒരിക്കലും ഹേറ്റ് ചെയ്യില്ല, ഒരിക്കലും ഒരു നീരസം ഉണ്ടാവില്ല. അല്ലേ? അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കർത്താവ് ഒരു നിയമം തന്നെ വച്ചു കൊടുക്കുക ഇസ്രായേൽ മക്കൾക്ക്. that you should not hate your brothers. You should not hate your fellow brothers. അത് പണ്ട് ആദ്യം മുതൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ദെൻ ഈ ഹേറ്റ് എവിടെയാണ് വരുന്നത്? റൈറ്റ് ഫ്രം ദി ഹാർട്ട്, ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് വരുന്ന. ഹൃദയം നമ്മൾ കേട്ട പോലെ ഹൃദയം ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് നമ്മളുടെ ഫിസിക്കൽ ഒരു മെമ്പർ ഓഫ് ദ ബോഡി ആണ് ഓർഗനായിട്ട് കാണല്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വസിക്കുന്ന സ്ഥലം, നമ്മളുടെ ആത്മാവ്. അതാ ദൈവത്തിൻ്റെ ആ ഹൃദയം എന്ന് പറയുമ്പോൾ ദൈവം അർത്ഥമാക്കുന്നത്. ഇത് ആ ഒരു കാര്യം കാണണമെങ്കിൽ ഈവിൾ അല്ലെങ്കിൽ എല്ലാ ദുഷ്ടത്തരവും നമ്മളുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്നുണ്ടെന്ന് നമുക്ക് പല രീതിയിലും ഈ വചനങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുമുണ്ട്. അല്ലേ? ആ ദുഷ്ടത്തരം, നമ്മൾ ആദ്യത്തെ ആ ഹൃദയത്തിലുള്ള ദുഷ്ടത്തരം ക്ലിയറായിട്ട് വ്യക്തമായിട്ട് എടുത്തു പറയുന്നത് ഉൽപ്പത്തി 6:5, ജെനസിസ് ചാപ്റ്റർ 6 വേഴ്സ് 5. അല്ലേ? അതൊന്ന് ജസ്റ്റ് ഒന്ന് വേഴ്സ് 5 and 6 ഒന്ന് വായിച്ചു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. Verse 6. ഞാൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. അപ്പൊ ആ ഹൃദയത്തിന്റെ ഒരു കണ്ടീഷൻ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ടീഷൻ, അത് നിറച്ച് പാപമാ. മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ടീഷൻ ആ സമയത്ത്, നോഹയുടെ സമയത്ത്, അത് നിറച്ച് പാപമായിട്ട് നിറഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അല്ലേ? അപ്പൊ ആ സമയത്ത് തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്ത് പറ്റി? അത് ഗ്രീവ് ചെയ്യുക, വിഷമം ഉണ്ടാവുക. അപ്പൊ മനുഷ്യൻ ഈവിൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ മനുഷ്യനെ ഞാൻ വെറുക്കുകയാണെങ്കിൽ അത് ആ ഒരു കാര്യം ദൈവത്തിന് കാണാം, ആ ഒരു കാര്യം ദൈവത്തിന് അത് വിറ്റ്നസ് ചെയ്യാം. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തില് ദൈവം പറ്റും? ഗ്രീവ് ചെയ്യും, വിഷമിക്കും. അല്ലേ? അപ്പൊ ഇത് ചെറിയ സംഭവം അല്ല. സഹോദരനെ പഴിക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമല്ല. നമ്മൾ പഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെറുക്കുമ്പോൾ, ഒരു സഹോദരനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വെറുക്കുമ്പോൾ അത് ദൈവത്തിനെ ഗ്രീവ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് അത് ഹാർട്ടിൽ നിന്ന് വരുന്ന, ഹൃദയത്തിന്റെ അകത്തുനിന്ന്, നമ്മൾ മനസ്സുകൊണ്ടല്ല നമ്മൾ ഒരാളെ വെറുക്കുന്നത്. നമുക്കറിയാമല്ലോ, പല വെറുക്കുന്ന കാര്യം കൊലപാതകത്തിൽ തന്നെ കൊണ്ട് എത്തിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം. അപ്പൊ അത് എവിടെന്നാ വരുന്നത്? ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ ആ ഉള്ളിന്റെ നമ്മൾ ഇത്രയും വെറുപ്പും പകയും എല്ലാം വച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഉള്ളിൽ എന്തായിരിക്കും? വിഷമായിരിക്കും. ദൈവത്തിന്റെ മൊത്തത്തിൽ ദൈവം ഒരു ദുഃഖിക്കും. അല്ലേ? അത് അങ്ങനെയാ എഴുതി വച്ചിരിക്കുന്നത്. സോ അത്രയും ഇമ്പോർട്ടൻ്റാ സഹോദരനെ ഒരിക്കലും ഹെയ്റ്റ് ചെയ്യല്ല, വെറുക്കല്ല എന്ന് പറഞ്ഞ ആ ടോപ്പിക്ക് അത്രയും ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് പ്രാക്ടിക്കൽ ലൈഫിൽ, നമ്മളുടെ അനുദിന ജീവിതത്തിൽ ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇസ്രായേൽ മക്കൾക്കും വരെ തന്നെ അതൊരു നിയമമായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ റിമെമ്പർ ദ വേർഡ് ഓഫ് ഗോഡ്. ഈ വാക്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സഹോദരനെ നമ്മൾ ഒരിക്കലും വായിക്കരുത്. ദെൻ
പിന്നെ എന്തുകൊണ്ടാ നമ്മള് പല വിശ്വാസികൾ നമുക്കറിയാം, പല വിശ്വാസികൾ നമ്മൾ തന്നെ പല കൂട്ട് സഹോദരന്മാരെ ചില സമയം വെറുക്കുന്നുണ്ട്, അല്ലേ? ഞാൻ തന്നെ, എനിക്ക് തന്നെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും മറച്ചു വെക്കുന്നില്ല. കാര്യങ്ങൾ ഞാൻ ഉള്ള പോലെ പറയുക. അതാ ദൈവം ഇങ്ങനെ പഠിപ്പിച്ച് തരുന്നത്. ഞാൻ മാറാൻ തന്നെയാ. അതുകൊണ്ട് ഇതൊന്നും ഹൈഡിങ് അല്ല, ഇതെല്ലാം ഓപ്പണാ, എവിഡന്റാ. എങ്ങനെ ഇത് എവിഡന്റ്? ജസ്റ്റ് ലുക്ക് അറ്റ് ദ ചർച്ച് സ്പ്ലിറ്റിംഗ്. അത്രയും നമ്മൾ നോക്കിയാൽ മതി. ഹെൽത്തി ആയിട്ട് ഒരു സ്പ്ലിറ്റും ഇവിടെ നടക്കുന്നില്ല. നടന്നിട്ട് കാലങ്ങളുണ്ട്. ചില ചർച്ചസ് ഉണ്ട്, ബിഗർ ചർച്ചസ് അത് സ്മോളർ ആക്കുന്നുണ്ട്. പക്ഷേ വാട്ട് ഇസ് ദ റൂട്ട് കോസ്? എവിടെ റൂട്ട് കോസ്? മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അകത്ത് സ്നേഹം ഇല്ലായ്മ വരുമ്പോ, സ്നേഹമില്ലാതെ വരുമ്പോ എന്താ അവിടെ എന്തു പറ്റും? സ്പ്ലിറ്റിംഗ് നടക്കും. സ്നേഹമില്ലാതെ വരുമ്പോ അവിടെ സ്പ്ലിറ്റിംഗ് നടക്കും. അതുകൊണ്ടാ ഈ പല ഈവൻ ബ്രദറിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സ്പ്ലിറ്റിലും പല ദിശയിലും പല ഇതിലും ഏരിയസിലും ലൊക്കേഷനിലും എല്ലാം ഒരു ഏരിയ തന്നെ ഒരു 10-20 സഭയുണ്ട്, അതിലൊരു 4-5 മെമ്പേഴ്സും ഉണ്ട്. ഇത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണോ? ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ സഹോദരനെ പഹയ്ക്കുമ്പോ അല്ലെങ്കിൽ വെറുക്കുമ്പോ ഇത് ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിൽ അത് എന്തുമാത്രം വിഷമം തോന്നിക്കും. സത്യമല്ലേ? സോ we should be very very careful, അല്ലേ? സോ ഇത് ചെയ്യാതിരിക്കാൻ നമ്മൾ ഒരു കാര്യം അറിയണം. ഈ വചനം നമ്മളുടെ മൈൻഡിലോ ബ്രെയിനിലോ കേട്ടിട്ട് ഒരു കാര്യവുമില്ല, നമ്മളെ ഹൃദയത്തിൽ തന്നെ കേട്ടണം. കഴിഞ്ഞ ക്ലാസ്സിൽ വചനത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ വായിച്ചു, നമ്മൾ അത് കേട്ടു, അല്ലേ? വേർഡ് ഇസ് സോ മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ ഗോഡ്. Learning the word is so much important for God. എന്താ? It is His commandment. He wants us to obey Him. അവനെ അനുസരിക്കണം, നമ്മൾ അവനെ അനുസരിക്കണം. അത്രമാത്രം വെയിറ്റേജ് ദൈവം കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും ഈ വചനം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇത് ലൈറ്റായിട്ട് കാണാനോ അല്ലെങ്കിൽ രാവിലെ എണ്ണിച്ച് ജസ്റ്റ് വായിച്ചിട്ട് പോകാനുള്ള ഒരു കാര്യമല്ല. ഈ വചനം മൊത്തം എല്ലാം നമ്മളുടെ ഹൃദയത്തിൽ കയറണം. പിന്നെ ഈ വചനം അനുസരിച്ച് ജീവിക്കുന്ന എങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ബലത്തിലേ നമുക്ക് വചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളുടെ കഴിവിലോ നമ്മളുടെ ആരോഗ്യത്തിലോ നമുക്ക് ഈ വചനം വച്ച് നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. നെവർ. ഒരു സെക്കൻഡ് പോലെ നമുക്ക് പറ്റത്തില്ല. ചെയ്താലും ഇറ്റ് വിൽ ബി ഫോർ ജസ്റ്റ് few days or few hours or അല്ലെങ്കിൽ few months. ദൈവം തന്നെ ഹെൽപ്പ് ചെയ്യാതെ നമുക്ക് ഈ വചനം അനുസരിച്ച് ജീവിക്കാൻ ഒക്കത്തില്ല. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പല ഭാഷയും ഞാൻ പറയുന്നുണ്ട്. ഇത് ഐ നോ റിപ്പീറ്റേഷൻ ഇത് പറയുമ്പോൾ ബോറടിക്കും, എനിക്കറിയാം. പക്ഷെ ഇതേ ഉള്ള വഴി. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലേ നമുക്ക് ജീവിക്കാൻ ഒക്കത്തുള്ളൂ. അല്ലാതെ കർത്താവിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി അല്ലാതെ നമുക്ക് ദൈവവചനത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ദൈവം തന്നെ ഹെൽപ്പ് ചെയ്യണം. ദൈവം തന്നെ ഓരോ വചനം അനുസരിച്ച് നമ്മളെ ലീഡ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഈ വചനത്തിന്റെ അടുത്ത് നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ കയറണം. അപ്പൊ ഈ വചനം ഹൃദയത്തിൽ കയറുമ്പോൾ നമ്മൾ കൂടുതൽ ആരുടെ അടുത്ത് അടുക്കുന്നത്? ദൈവത്തിന്റെ അടുത്ത് അടുക്കും. ദൈവത്തിന്റെ അടുക്കുമ്പോൾ വാട്ട് ഈസ് ഗോഡ്, വാട്ട് ഈസ് ഹിസ് നേച്ചർ? ദൈവത്തിന്റെ സ്വഭാവം എന്താ? ഗോഡ് ഈസ് ലവ്, അല്ലേ? അപ്പൊ ആ സ്നേഹമാണ് നമ്മളുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിൽ ഗ്രോ ചെയ്തു വരുന്നത് ആ സ്നേഹമാണ്. അതുകൊണ്ട് വചനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ദ വേർഡ് ഓഫ് ഗോഡ്, ആൻഡ് ഇറ്റ് ഷുഡ് ബി റൈറ്റ് ദെയർ ഇൻ അവർ ഹാർട്ട്സ്. നൗ നമ്മൾ ഇനി ആ ഹേറ്റിലോട്ട് കുറച്ചുകൂടെ ഡെപ്തിലോട്ട് പോവാം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 41-ാമത്തെ വാക്യം.
തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹ നിമിത്തം ഏശാവ് അവനെ ദോഷിച്ചു. അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ 41. ഈശോ ഹേറ്റഡ് ജേക്കബ് ബിക്കോസ് ഓഫ് ദ ബ്ലെസ്സിങ്. ഇവിടെ ഒരു ട്വിൻ ബ്രദർ അല്ലെങ്കിൽ സ്വന്തം ചോരയിലുള്ള ഒരു സഹോദരൻ മറ്റേ സഹോദരനെ വെറുക്കുക, അല്ലേ? ഹീസ് ഹേറ്റിങ് ഹിം. ജസ്റ്റ് എന്താ, യാക്കോബ് ചെയ്ത തെറ്റ് തന്നെയാണ്, അതിൽ യാതൊരു ഡിഫൻസും ഞാൻ വരുത്തുന്നില്ല. പക്ഷേ ഈശോയ്ക്ക് എന്താ പറ്റുന്നത്? ഈശോയ്ക്ക് വിട്ടുവിടായിരുന്നു, വിടായിരുന്നു, അല്ലേ? ഓക്കെ, ഈസ് മൈ ബ്രദർ, ലെറ്റ് ഹിം ഹാവ് ദാറ്റ് ബ്ലെസ്സിങ് എന്ന് പറയായിരുന്നു, അല്ലേ? ഹീ ട്രിക്ഡ് മീ. എന്നാൽ പിന്നെ എന്ത് പറ്റുമായിരുന്നു ഈശോയ്ക്ക് ദൈവത്തിന് വേറൊരു ബ്ലെസ്സിങ് കിട്ടുമായിരുന്നു. ഓബിയസ്ലി ദൈവത്തിൻ്റെ ക്യാരക്ടർ ഉള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് ദൈവം അധികമായിട്ട് ബ്ലെസ് ചെയ്യും, ഇല്ലേ? ഉണ്ട്. ദാവീദ് ഹൃദയപ്രകാരമായിട്ടുള്ള മനുഷ്യൻ. എന്തുകൊണ്ടാ? ദാവീദ് he did what God wanted him to do. എന്താ? Confess, repent. അതുപോലെ സെയിം തിങ് ഈശോയ്ക്ക് there was another way. പക്ഷേ ഈശോയ്ക്ക് ആ ഒരു ദൈവത്തിൻ്റെ അടുത്ത് അടുപ്പോ ദൈവത്തിൻ്റെ അടുത്തുള്ള സ്നേഹമോ he never counted it worthy, അല്ലെങ്കിൽ ഒരു വാല്യുബിൾ ആയിട്ട് നോക്കിയിട്ടില്ല. What did he do? Instead of that, ജേക്കബ് പറ്റിച്ചല്ലോ എന്നുള്ള കാര്യത്തിൽ ഈശോ ഈസ് ഹേറ്റിംഗ് ഹിസ് ബ്രദർ. അപ്പോൾ ആ ഒരു കാര്യം പിന്നെ വി ക്യാൻ സീ, പിന്നെ നമുക്ക് കാണുന്നത് ഈശോ നെവർ ഗോട്ട് എ പ്രോപ്പർ, ആ ഡിസെൻഡൻസ് ഒന്നും ഒരു പ്രോപ്പർ വേയിൽ ആയിട്ടില്ല, എല്ലാം ഒരു കേഴ്സ്ഡ് വേ ആയിരുന്നു, അല്ലേ? ബിക്കോസ് തീരുമാനം പുള്ളി എടുത്തത്, ആ തീരുമാനം സഹോദരനെ വെറുക്കാൻ അല്ലെങ്കിൽ ആ ജേക്കബിൻ്റെ അടുത്ത് വെറുപ്പ് തോന്നുവാനായിരുന്നുള്ള തീരുമാനമായിരുന്നു. Then Proverbs chapter 26 verse 24 to 26. Proverbs chapter 26. പായിക്കുന്നവൻ അതിരം കൊണ്ട് വേഷം ധരിക്കുന്നു, ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വയ്ക്കുന്നു. അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത്, അവന്റെ ഹൃദയത്തിൽ 7 വെറുപ്പ് ഉണ്ട്. 26 അവന്റെ പക കപടം കൊണ്ട് മറച്ചു വെച്ചാലും അവന്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. ആ ഒരു ഡിസ്ഗൈസ് നമ്മളെ ഹേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ, അത് ഒരു ഡിസ്ഗൈസായിട്ട് അല്ലെങ്കിൽ മറച്ചു വെക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എ ഡിസ്ഗൈസ്. നമ്മൾ ആ ഡിസ്ഗൈസിൽ ജീവിക്കാൻ പാടില്ല എന്ന് തന്നെ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നുണ്ട്. ആ ഒരു ഡിസ്ഗൈസ്, നമ്മൾ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ഒരു പറ്റിപ്പിക്കുന്ന ഒരു ജീവിതം നമ്മൾ ജീവിക്കാൻ പാടില്ല. We should never disguise. Even hatred ആണെങ്കിലും never cover it up. ഹേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഹേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ തുറന്ന് പറയണം. ബിക്കോസ് ഇത് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ടൈമുണ്ട്. നമ്മളുടെ ഹൃദയത്തിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. അതാ 26 വാക്യത്തിൽ പറയുന്നത്. So be careful. Let us not hate our brothers, or even from the depths of our heart, let us never learn to hate our brethren. ആരെയും വെറുക്കാനോ ആരുടെ അടുത്ത് ദേഷ്യം വരാനോ വെറുപ്പ് തോന്നാനോ ഇടയുണ്ടാവില്ലെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് മുമ്പോട്ട് ജീവിക്കാം. ഇനി നമുക്ക് ആ ലേവ്യർ പുസ്തകത്തിൽ തന്നെ തിരിച്ചു വരാം. ആ പഴയ കമാൻഡ്മെന്റ്, ലേവ്യർ 19:17 വാക്യം. Thou shalt in any wise rebuke thy neighbor and not suffer
sin upon him. ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് അവരെ ഹേറ്റ് ചെയ്യില്ല. എന്താ സെക്കൻഡ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരാളെ വെറുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് എൻജോയ് ചെയ്യില്ല. പക്ഷേ വാട്ട് ഷുഡ് വി ഡു? വി ഷുഡ് റിബ്യൂക്ക് ഹിം, വി ഷുഡ് റീപ്രൂഫ് ഹിം, അല്ലേ? വി ഷുഡ് കറക്റ്റ് ഹിം. നമ്മൾ ആ വ്യക്തിയെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തണം. അത് തന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നത്. ഇന്ന സഹോദരൻ വേറെ സഹോദരനെ വെറുക്കുകയാണെങ്കിൽ അത് സഭ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ സഹോദരൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്ഷൻ നടത്താൻ എല്ലാ വഴിയും നമ്മൾ നോക്കണം. നൗ ആ റിബ്യൂക്കിങ്ങിൽ നമ്മൾ കഴിഞ്ഞാൽ ഗലാത്യൻസ് 6:1 ഗലാത്യൻസ് 6:1 സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മികരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ ഉണ്ടെങ്കിൽ യഥാസ്ഥാനപ്പെടുത്താനായിട്ടുള്ള ഒരു നീക്കം സഭയ്ക്ക് വേണം, അല്ലെങ്കിൽ കൂട്ടു സഹോദരന്മാർക്ക് വേണം. ഈ ഒരു മീനിങ്ങിലാ ഈ വേർഡ്സ് ലെവിറ്റിക്കസ് എഴുതി വച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ദെൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിബ്യൂക്ക് ഹിം പേഴ്സണലി, പ്രൈവറ്റ്ലി. നമുക്കറിയാമല്ലോ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 15 മുതൽ 17 വരെ ആ ഫേസ് ടു ഫേസ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നിൽക്കണം. അഥവാ അത് സോൾവ് ചെയ്തില്ലെങ്കിലേ ഉള്ളു ബാക്കി കാര്യം. പക്ഷെ ഇനിഷ്യൽ ഫേസിൽ എനിക്കൊരാളുടെ അടുത്ത് ദേഷ്യമോ വെറുപ്പോ പകയോ ഉണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പോയി സംസാരിക്കേണ്ട ഒരു കാര്യം തന്നെ ഉണ്ട്. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ഒരു സഹോദരൻ മറ്റു സഹോദരൻ്റെ അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് അതുപോലെ റിബ്യൂക്കിംഗ് ഇൻ പബ്ലിക്. അതായത് ദൈവത്തിന്റെ വചനം ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഓപ്പൺലി റിബ്യൂക്കിംഗ് ഉണ്ട്. അത് ദൈവവചനത്തിൽ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗലാത്യർ 2:14 പോലെ 11 പോലെ 14 വരെ. ഗലാത്യൻസ് 2:11-14 അവിടെ പത്രോസിന്റെ ഒരു കേസ് അവിടെ പറയുന്നത്. ഒന്ന് വായിക്കാമോ? എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടി തിന്നുപോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോടുകൂടി കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായി നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നു എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല, യഹൂദന്മാരത്രേ. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഈ കോണ്ടെക്സ്റ്റ് ക്ലിയർ ആണല്ലോ, നമ്മൾ വായിച്ചപ്പോൾ ക്ലിയറാ വാട്ട് ഹാപ്പൻ ദെയർ. അപ്പൊ അത് ദൈവവചന പ്രകാരമല്ലാന്ന് തന്നെ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പല ശിഷ്യന്മാർ, പത്രോസ് ഒരു കാര്യം ചെയ്തു, അപ്പോൾ അങ്ങനെ പല ശിഷ്യന്മാർ അത് വിഡ്രോ ചെയ്ത് അല്ലെങ്കിൽ ആ തെറ്റി തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ പൗലോസ് പബ്ലിക്കായിട്ട് അവിടെ റിബ്യൂക്ക് ചെയ്യുക, പബ്ലിക്കായിട്ട് അവിടെ പറയുക, അവിടെ കറക്ഷൻ വരുത്തുക. അപ്പോൾ പബ്ലിക്, അതായത് ഓപ്പൺലി ചെയ്യുന്നതിന് യാതൊരു തെറ്റും ഇല്ല. ഓപ്പൺലി റിബ്യൂക്കിംഗ് യാതൊരു തെറ്റും ഇല്ല. Now,
ഇത് സെയിം അല്ല, ഈ സെയിം തീമായിട്ട് തന്നെ 1 തിമോത്തിയോസ് 5:20 ടൈറ്റസ് 1:13 2:15 എല്ലാം ഈ റെബ്യൂക്കിങ്ങിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. ഇതെല്ലാം ആ ഒരു കറക്ഷന് ചെയ്യണമെന്ന് പറഞ്ഞ് അതെല്ലാം നമുക്ക് ക്ലിയറായിട്ട് വ്യക്തമായിട്ട് ദൈവാത്മാവ് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ ഒരു സഹോദരന്മാരെ പകയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ വെറുക്കാൻ പാടില്ല, ഹേറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ സഹോദരന്മാരെ അല്ലെങ്കിൽ കൂട്ടു സഹോദരന്മാർ അത് കറക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ഡ്യൂട്ടി തന്നെയാ എന്ന് പറഞ്ഞാൽ ലേവ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. Now next verse 18, Leviticus chapter 19 verse 18. Now shall not avenge nor bear any grudge against the children of thy people. ഒരിക്കലും നമ്മൾ ഒരു റിവെഞ്ച്ഫുൾ അല്ലെങ്കിൽ ഒരു വാശിയോ ഒരു വൈരാഗ്യം വച്ച് നമ്മൾ ഒരിക്കലും നമ്മളുടെ ബ്രദറിൽ റിയാക്ട് ചെയ്യാൻ പാടില്ല. Now യോനാൻ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ വേർഡ്സ് 12. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുമുള്ളതാക കൊണ്ടത്രേ. വേർഡ്സ് 11 വായിച്ചല്ലോ. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. ഈ ഒരു ലവ് അതാ ദൈവം ഉദ്ദേശിക്കുന്നത്. എന്താ താഴെ പറഞ്ഞിരിക്കുന്ന ആ ലവല്ല, ദൈവം പറയുന്നത് അന്യോന്യം സ്നേഹിക്കാൻ തന്നെയാണ്. പക്ഷെ ആ ഒരു സ്നേഹം പോകുമ്പോൾ ആ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്ന ആ ഹൃദയത്തിലുള്ള ആ ഒരു കാര്യം ആ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നോട്ട് ആസ് കെയിൻ ഹൂ വാസ് ഓഫ് ദ വിക്കഡ് വൺ ഹു കിൽഡ് ഹിസ് ബ്രദർ. അങ്ങനെ ഒരു വിക്കഡ്നെസ് നമ്മളുടെ ഹൃദയത്തിൽ വരാൻ പാടില്ല. നോട്ട് ആസ് കെയിന് ചെയ്ത് പ്രവൃത്തി നമ്മൾ ചെയ്യാൻ പാടില്ല. ആ ഒരു ഹൃദയത്തിലുള്ള വെറുപ്പ്. നൗ അവെഞ്ച്ഫുൾ ആയിരുന്നു, അതായത് ഏബിൾ നടത്തിയ ആ യാഗങ്ങൾ ദൈവത്തിന് ഇഷ്ടമാ എന്നുള്ള ഒരു വിചാരം കെയിനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ കെയിൻ വാസ് സോ ആംഗ്രി അല്ലെങ്കിൽ സോ ഹേറ്റ്ഫുൾ ടുവേർഡ്സ് ഏബിൾ. അപ്പോൾ ലാസ്റ്റ് അറ്റ് ദ എൻഡ് വാട്ട് ഹാപ്പൻ? അവിടെ മേർഡർ നടന്നു. കുറച്ച് തൊട്ട് മുമ്പേ നമ്മൾ കേട്ടതാണ്. അതാ ആ ഒരു കാര്യം. ബിക്കോസ് ഹിസ് ഓൺ വർക്ക്സ് വെർ ഈവിൾ ആൻഡ് ഹിസ് ബ്രദേഴ്സ് വാസ് റൈച്ചസ്. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമ്മളുടെ കൂട്ടു സഹോദരന്മാരുടെ അടുത്ത് ആ ഒരു അവെഞ്ച്ഫുൾ അല്ലെങ്കിൽ ഒരു റിവെഞ്ച്ഫുൾ മൈൻഡ് ഉണ്ടാവാൻ പാടില്ല. വി ഷുഡ് നെവർ. പിന്നെ we'll go into that deeper. Exodus chapter 23, 23-ാമത്തെ അധ്യായം. ഓക്കെ, ഞാൻ എഴുതി. ഓക്കെ, സോറി. 23 വേർഡ്സ് 3 ഓൺവേർഡ്സ്. ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവനോടുകൂടി പക്ഷം കാണിക്കരുത്. 3 onwards till 6.
3, 4, 5, 6. നിന്റെ ശത്രുവിന്റെ കാളയോ കഴുതയോ തെറ്റിയതായി കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരികെ പോകണം. നിന്നെ ദോഷിക്കുന്നവന്റെ കഴുത ചുമടിൻ കീഴെ കിടക്കുന്നത് കണ്ടാൽ അവനെ വിചാരിച്ച് അതിനെ അഴിച്ചുവിടാൻ മടിച്ചാലും അഴിച്ചുവിടുവാൻ അവന് സഹായം ചെയ്യണം. Okay. If thou meet thine enemy's ox or his ass going astray, thou shalt surely bring it back to him again. ഒരു എനിമിയുടെ അടുത്ത് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടത് അതാ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഹൗ ഷുഡ് വി റിയാക്ട് ടുവേർഡ്സ് ആൻ എനിമി? അവന് എന്ത് ദോഷം വന്നാൽ ഡു നോട്ട് ലാഫ് അറ്റ് ഹെം. അവൻ്റെ പുറത്ത് ചിരിക്കൽ, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു കാര്യം കണ്ട്, അവൻ്റെ ദുഃഖം കണ്ട് അതിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. എന്താ, ഈവൻ ഒരു ഓക്സ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നമ്മളത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുത്ത് കൊടുക്കണം. ഇതായിരുന്നു പഴയ നിയമത്തിലുള്ള ഒരു ദൈവത്തിൻ്റെ കമാൻഡ്മെന്റ്. എന്താ, എനിക്ക് ആ കൂട്ടു സഹോദരന് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ആ സ്നേഹം കാണിക്കാൻ, വെദർ ഇഫ് ഹീസ് എനിമി, ഗീവ് ഇറ്റ് ടു ഹിം, അല്ലെങ്കിൽ ടെൽ ഹിം, അല്ലെങ്കിൽ ബ്രിങ് ഇറ്റ് ബാക്ക് ടു ഹിം. ആ ഒരു സ്നേഹം വേണം. അതാ ഇവിടെ പറയുന്നത്. Then, if thou see the ass of him that hated thee lying under his burden, and thou forbear to help him, thou shalt surely help with him. ആ ഒരു എന്താ പറയുന്നത്, ഒരു ഹെൽപ്പ് നമ്മളുടെ എനിമീസിൻ്റെ അടുത്ത് കാണിച്ചേ പറ്റത്തുള്ളൂ. അത് യു ഷുഡ് നോട്ട് ടേക്ക് എ വെഞ്ചൻസ്, അല്ലെങ്കിൽ അവെഞ്ച് ചെയ്യല്ല. നമ്മൾ തിരിച്ചടിക്കാനോ നിൽക്കല്ല. എക്സാമ്പിൾസ്, തിരിച്ചടിക്കാത്ത ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമുക്ക് അറിയാം ബൈബിളിൽ തന്നെ. ജോസഫിന് ചെയ്യാറുന്നു. ജോസഫ് ചെയ്തോ? ഇല്ല. സഹോദരന്മാർ വന്നപ്പോൾ ആ സഹോദരന്മാരെ പിടിച്ച് ജയിലിലിട്ട് കൂട്ടി അടിച്ച്, അല്ലെങ്കിൽ he could have beaten them, killed them. ചെയ്തോ? ഇല്ല. He left it to the Lord. ദൈവത്തിന് കൊടുത്തു, ദൈവത്തിന്റെ കരത്തിൽ കൊടുത്തു. പിന്നെ ദാവീദിന് സൗലിന്റെ അടുത്ത് ചെയ്യാറുന്നു. സൗലിനെ ഈസി ആയിട്ട് കൊല്ലായിരുന്നു. ചെയ്തോ? ഇല്ല. He left it to the Lord. പിന്നെ അനേക വ്യക്തികളുണ്ട്. പിന്നെ ഇത് ചെയ്യാത്തവര്, അതായത് വിട്ടുകളഞ്ഞ ആൾക്കാർ ദൈവം തന്നെ അവൻ ചെയ്യുന്നുണ്ട്. ദാനിയലിന്റെ കേസ് നോക്ക്. കൂട്ടില് അടിച്ച, ലയന്റെ ഡെന്നിൽ അടിച്ച ആ വ്യക്തികള്, ലാസ്റ്റിൽ അവർക്ക് എന്താ വന്നത്? അവരും അവരുടെ കുടുംബവും ഫുള്ള് നശിച്ചുപോയി. ലൈക്ക് ദാറ്റ് ദാവീദിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് അഹീത്തോഫെലും ബാക്കി ആൾക്കാരും എന്തുപറ്റി? അബ്സോളമോൻ എന്തുപറ്റി? അവർക്കും ഫൈനലി ഡെത്താ പറ്റിയത്. അവരും ഇല്ലാതെ ആയി തീർന്നു. സോ ലീവ് ഇറ്റ് ടു ദ ലോർഡ്. ദൈവത്തിന് കൊടുക്കുക. നമ്മൾ ആയിട്ട് ആ വെഞ്ചൻസ് ചെയ്യല്ല. നമുക്ക് എന്തെങ്കിലും നീരസമോ വിഷമോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് ഉണ്ടെങ്കിൽ, give it to the Lord and cast your burden upon him and live freely. ദൈവത്തിന്റെ പുറത്ത് വെക്കുക. എന്നിട്ട് ബാക്കിയെല്ലാം ദൈവം തന്നെ ബാക്കി എല്ലാ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നടക്കുക. ഇതാ കാസ്റ്റിംഗ്. സോ ഡു നോട്ട് അവെഞ്ച്. ഇഫ് യു സീ യുവർ ബ്രദേഴ്സ് എനിത്തിങ്, യുവർ എനിമീസ് എനിത്തിങ്, സംതിങ് ലോസ്റ്റ്, അല്ലെങ്കിൽ അവർ ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ, ഗോ ആൻഡ് ഹെൽപ്പ് ഹിം, ഫീഡ് ഹിം. അതാ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ദെൻ ഒരു വേർഡ് 6 വെരി ഇമ്പോർട്ടൻ്റ്. വേർഡ് 6 വെരി ഇമ്പോർട്ടൻ്റ്. വേർഡ് 6 and 7 അതൊന്ന് വായിച്ച്. നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവന്റെ ന്യായം മറിച്ചു കളയരുത്. കള്ളക്കാര്യം വിട്ട് അകന്നിരിക്കുക. കുറ്റമില്ലാത്തവനെയും നീതിമാനെയും കൊല്ലരുത്. ഞാൻ ദുഷ്ടനെ നീതീകരിക്കയില്ലല്ലോ. Thou shalt not wrestle the judgment of thy poor in his cause. ഒരിക്കലും ഒരു പാവപ്പെട്ട വ്യക്തിയുടെ അടുത്ത് നമ്മൾ കണ്ണ് അടയ്ക്കല്ല.
ഒരു വ്യക്തിയുടെ അടുത്തും നമ്മൾ പാവപ്പെട്ട് നമ്മളുടെ മുമ്പേ വന്നിട്ടുണ്ടെങ്കിൽ, നോ മാറ്റർ ബിലീവർ ആയാലോ അൺബിലീവർ ആയാലോ ആരായാലോ, ഒരു ജഡ്ജ്മെന്റും ചെയ്യാൻ നമ്മൾക്ക് ഒരു ലൈസൻസും തന്നിട്ടില്ല ദൈവം. അവരുടെ മുമ്പേ ഒരിക്കലും കണ്ണടയ്ക്കല്ല. ഇത് നമ്മൾ കുറച്ച് പ്രസംഗിക്കുന്നവർ പറയുന്നതല്ല, ഇത് ദൈവത്തിന് വചന. അത് നോക്കുക, അത് വായിക്കുക, അത് മനസ്സിലാക്കുക. അവർക്ക് ഒരു നന്മയോ അല്ലെങ്കിൽ നമ്മൾ അത് തടസ്സം വക്കില്ല അവർക്ക് ഒരു നന്മ വരുന്നെങ്കിൽ. We should not close our eyes towards the poor. We should understand that ഇതെല്ലാം പ്രാക്ടിക്കൽ ലൈഫാ. ആ വേർഡ്സ് ലിവിറ്റിക്കസ് ചാപ്റ്റർ 18 സെക്കൻഡ് പാർട്ടിലാണ് ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷനായത്. ബട്ട് ദൗ ഷാൽ ലവ് ദൈ നെയ്ബർ ആസ് ദൈ സെൽഫ്. നിങ്ങൾ അയലോക്കക്കാരനെ നിങ്ങൾ സ്നേഹിക്കണം. അയലോക്കക്കാരന് ആരാ? തൊട്ടടുത്തുള്ള ആൾക്കാര് അല്ല, മനുഷ്യനെ തന്നെ നിങ്ങൾ സ്നേഹിക്കണം. ദൈവം സ്നേഹിച്ച പോലെ അവരെയും സ്നേഹിക്കണം. നിന്റെ കൂട്ടു സഹോദരന്മാരെ സ്നേഹിക്കണം. നിങ്ങളുടെ അയൽവാസികളെ സ്നേഹിക്കണം. കൂടെ ജോലി ചെയ്യുന്നവരെ സ്നേഹിക്കണം. എല്ലാവരെയും സ്നേഹിക്കണം. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ഡോണ്ട് ക്ലോസ് യുവർ ഐസ് ടുവേർഡ്സ് ദം. അതിൽ ലിവിറ്റിക്കസിൽ തന്നെ പറയുന്നുണ്ട്. ആ ലാസ്റ്റ് വേർഡ്സ് 18 ലാസ്റ്റ് പാർട്ട്, ഐ ആം ദ ലോർഡ്. എന്തിനാ ഐ ആം ദ ലോർഡ്, ഐ ആം ദ ലോർഡ് എന്നെല്ലാം പറയുന്നത്? ഈ എല്ലാം സ്നേഹിച്ചിട്ട് പിൻ പോയിന്റ് ചെയ്യുന്നത് എവിടെയാ? എങ്ങോട്ടാ? കർത്താവിലോട്ട് അല്ലെങ്കിൽ ദൈവത്തിലോട്ട്. നോ ദാറ്റ് ഹി ഈസ് ദ ലോർഡ്. ഇറ്റ് ഇസ് ഫോർ ഹിസ് ഗ്ലോറി. അല്ലെ, നമ്മൾ ജീവിക്കുന്നതും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ലെറ്റ് us know that. അതുകൊണ്ട് ദൈവം തന്നെ അവിടെ പറയുന്ന ഐ ആം ദ ലോർഡ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ചെറിയ കോണ്ടെക്സ്റ്റാ ഇനിയും ഉണ്ട്. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ഞാൻ എടുത്തെന്നുള്ളു. ടു കമ്പയർ വിത്ത് 1 John chapter 2 നമ്മൾ നേരത്തെ വായിച്ചത്. സോ ലെറ്റ് us know that ഐ ആം ദ ലോർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഒരു ചെറിയ ഒരു കാര്യമല്ല. It is the entire help from the Holy Spirit. Now, let us come back to John. 1 John chapter 2. Okay, it is not an old commandment, but again it is a word. Again it is written to us. Verse 8 ഒന്ന് വായിക്കാമോ മലയാളത്തിൽ? പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോവും, സത്യവെളിച്ചം പ്രകാശിക്കും. The true light shines. അല്ലെ, the true light shines. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമായി. ഇതിന്റെ താഴെ മറ്റേ നമ്മൾ സഹോദരന്മാരെ വെറുക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചത്. വെറുത്തിട്ടുണ്ടെങ്കിൽ വി ആർ സ്റ്റിൽ ലിവിങ് ഇൻ ദ ഡാർക്ക്നെസ്. വി ആർ സ്റ്റിൽ ലിവിങ് ഇൻ ദ ഡാർക്ക്നെസ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം തുല്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് സ്നേഹമാ, ലവാ. അതുകൊണ്ട് he that hates his brother is still in the darkness. അതിന് യാതൊരു മാറ്റവുമില്ല. അവൻ ആ വ്യക്തി ഇപ്പോഴും ഇരട്ടി തന്നെ നിൽക്കുകയെന്ന യോഹന്നാൻ തന്നെ പറയുന്നത്. നമുക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന ഇരുട്ടിൽ വസിക്കാനോ ഇഷ്ടമുണ്ടോ? ഇല്ല. ബിക്കോസ് ഈ ഇരുട്ടെന്ന് പറയുമ്പോൾ ദൈവമായിട്ടുള്ള ഒരു റിലേഷൻ, നമ്മൾ രക്ഷിക്കപ്പെട്ട വ്യക്തികളായിരിക്കും, പക്ഷേ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ നമുക്ക് വിൽ നോട്ട് ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് അവർ ലോർഡ്. അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല.
ഇതൊരു നമ്മൾ ബാക്കി എങ്ങനെ ഔട്ട്വേർഡ്ലി സ്നേഹിച്ചാൽ ഇറ്റ് ഇസ് ജസ്റ്റ് റിലീജിയസ് സ്നേഹം, മതത്തിലുള്ള സ്നേഹം മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള സ്നേഹം നമ്മൾ ഹൃദയപൂർവം ബാക്കിയുള്ളവരെ ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കുവാനും, നമ്മൾ റിവെഞ്ച് എടുക്കാത്ത സ്ഥലത്ത് എടുക്കാതിരിക്കുവാൻ, ഇതാ യഥാർത്ഥത്തിലുള്ള സ്നേഹം. അടിച്ചാൽ തിരിച്ചടിക്കില്ല, പറഞ്ഞാൽ 2 വാക്ക് തിരിച്ച് പറയില്ല. ഇത് ദൈവത്തിന് വചന. ഇത് ഇങ്ങനെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ വി ആർ സ്റ്റിൽ ലിവിങ് ഇൻ ദ ഡാർക്ക്നെസ്. Then he that loveth his brother abideth in the light, and there is no occasion of stumbling in him. Verse 10. ആ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടോ? നമ്മൾ വേറെ സഹോദരന്മാരെ, നമ്മളുടെ ഒരു ശത്രുവിന് ഒരു നല്ലൊരു കാര്യം ചെയ്തു കൊടുത്താൽ, ഈവൻ ദോ ദാറ്റ് ഹി ഈസ് നോട്ട് താങ്ക്ഫുൾ, അവൻ നന്ദിയും കാണിച്ചില്ലെങ്കിൽ, അവനൊരു നന്ദികെട്ടവനായെന്നെങ്കിലും, നമ്മളുടെ സമാധാനത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമോ? ഇല്ല. എന്താ? നമ്മൾ വെളിച്ചത്തിൽ വസിക്കുമ്പോൾ ദൈവത്തിലാണ് വസിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിലാണ് ചെയ്തത്, ദൈവത്തിന് വേണ്ടിയാണ് ചെയ്തത്. അത് നമ്മളെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, അത് ഇറ്റ് വിൽ ബി മച്ച് സ്ട്രോങ്ങർ, അല്ലേ? ഇറ്റ് വിൽ ബി മച്ച് സ്ട്രോങ്ങർ. there will be nothing shaking, അല്ലെങ്കിൽ there is nothing to shake or make us fall for doing such a great love towards your enemy. നമ്മൾ ശത്രുവിന് കൊടുത്ത് ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ എന്തെങ്കിലും, എന്നിട്ടും അവൻ നന്ദികെട്ട വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഹൃദയം നമ്മൾ ദൈവത്തിലാണെങ്കിൽ, വെളിച്ചത്തിൽ ജീവിക്കുക, ദൈവമായിട്ട് നല്ല റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമം തോന്നുമോ? തോന്നത്തില്ല. ബിക്കോസ് നമ്മൾ ദൈവനാമത്തിനാണ് ചെയ്തത്, ദൈവത്തിന് വേണ്ടിയാണ് ചെയ്തത്. എന്തിനാ? നമുക്ക് ആ ദൈവത്തിൻ്റെ ഹൃദയം ഗ്രീവ് ചെയ്യല്ല, വിഷമിക്കല്ല. ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്, അല്ലേ പൗലോസ് പറയുന്ന പോലെ? അതുപോലെ തന്നെ ദൈവത്തിനെ വിഷമിപ്പിക്കില്ല നമ്മളുടെ സ്വഭാവം. ഇരുട്ടാണെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയം വിഷമിക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ല. Then verse 11, he that hated his brother is in the darkness and walk in darkness and know not whither he goes, because that darkness has blinded his eyes. നമുക്കറിയാം, നമ്മളുടെ ഈ വചനം വായിക്കുന്നതും ഈ വചനം ധ്യാനിക്കുന്നതും എല്ലാം നമ്മളുടെ ഹൃദയ കണ്ണ് വെച്ചാ, അല്ലേ? നമ്മളെ ഹൃദയ കണ്ണ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വചനമെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാവും. ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ചെയ്യുന്നത്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിയാം, there will be no blindness in us. നമുക്ക് പിന്നെ ഒന്നും മൂടി വെക്കുന്നില്ല, അല്ലേ? ഈ വചനത്തിൽ നമ്മൾക്ക് ഡയറക്റ്റായിട്ട് പോവാം, അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പേ നമുക്ക് ധൈര്യമായിട്ട് എന്ന് പ്രാർത്ഥിക്കാം. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഹൃദയത്തിന്റെ അകത്ത് തരുന്നതും ദൈവമാണ്. Then make sure നമ്മൾ ആക്ട് ചെയ്യല്ല, ദൈവത്തിന്റെ മുമ്പേ ആക്ട് ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ മനുഷ്യന്റെ മുമ്പേ ആക്ട് ചെയ്താൽ, നമ്മൾ പ്രോവർബ്സ് ചാപ്റ്റർ 26 വായിച്ച പോലെ, ഡിസ്കൈസ്, ഇഫ് യു ഡിസ്കൈസ് ഇറ്റ്, നമ്മൾ ഡിസ്കൈസ് ചെയ്ത് കഴിഞ്ഞാലും, ഹേറ്റഡ് ഡിസ്കൈസ് ചെയ്താലും, ഇറ്റ് വിൽ ബി ഓപ്പൺ വൺ ഡേ ബിഫോർ ദ കോൺഗ്രിഗേഷൻ. വെളിയിൽ ഇത് വെളിപ്പെടും. അതുകൊണ്ട് ദൈവത്തിനെ പറ്റിക്കാൻ നിൽക്കില്ല. ബിക്കോസ് ഹി ഈസ് ദ ലൈറ്റ്. ആ ലൈറ്റാ, ആ വെളിച്ചമാണ് നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഷൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു സഹോദരനെ വെറുക്കുമ്പോൾ ആ ഡാർക്ക്നെസ് കയറി വരുക.
നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക. യെസ്, പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ മുമ്പേ വീഴുക, പറയുക, കർത്താവേ ക്ഷമിക്ക, എനിക്ക് ഇന്ന വ്യക്തിയുടെ അടുത്ത് എനിക്ക് ദേഷ്യം തോന്നി. ഇത് പറഞ്ഞില്ലെങ്കിൽ എന്തു പറ്റും? ഡാർക്ക്നെസ് വിൽ കവർ അസ്. വി വിൽ നോ ലോങ്ങർ ലിവ് ഇൻ ദ ലൈറ്റ്. നമ്മൾ വെളിച്ചത്തിൽ പിന്നെ ജീവിക്കത്തില്ല. നമ്മൾ ഓർക്കും വിൽ ബി ഇൻ ദ ഫീലിംഗ് ദാറ്റ് വിൽ ബി ഇൻ ദ ലൈറ്റ്. പക്ഷേ there's no justification for hating your brother. ദൈവത്തിന്റെ മുമ്പേ ചെന്ന് ഇന്ന കാണണം, ദൈവമേ ഞാൻ ആ വ്യക്തിയെ ഹേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവനെ വെറുത്തത് എന്ന് പറഞ്ഞാൽ ഇല്ല. വാട്ട് ഡിഡ് ഐ ടെൽ യു? അതാ വചനത്തിൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് ദൈവം ചോദിക്കും. നിന്റെ സഹോദരനെ എത്ര ആ സഹോദരന് വൃത്തികെട്ടവനാണെങ്കിലും നീ സ്നേഹിക്കാനല്ലേ ഞാൻ പഠിപ്പിച്ചത്. ഈ വചനത്തിൽ അത് അങ്ങനെയല്ലേ എഴുതിയ. അല്ലെങ്കിൽ എത്ര വൃത്തികെട്ട എനിമിയാണെങ്കിലും അവനെ സ്നേഹിക്കാനല്ലേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതായിരിക്കും ജഡ്ജ്മെന്റ് സീറ്റിലുള്ള ക്രിസ്ത്യൻ നമ്മളുടെ അടുത്ത്. അപ്പോൾ നമുക്ക് വി ഡോണ്ട് ഹാവ് എനി അതർ വേ. നമ്മൾ ഓപ്പൺ ലൈറ്റിൽ ജീവിക്കണമെങ്കിൽ, ദൈവമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിൽ ജീവിക്കണമെങ്കിൽ വാട്ട് ഷുഡ് വി ഡു? വി ഷുഡ് ബി ഓപ്പൺ ടു ഗോഡ്. വി ഷുഡ് ബി ഓപ്പൺ ടു our fellow believers. അല്ലേ? ബിക്കോസ് എവറിത്തിങ് ഇസ് ഓപ്പൺ ടു ഗോഡ്. ദൈവത്തിന് മുമ്പേ എല്ലാ സകലവും ഓപ്പൺ ആയിട്ടിരിക്കുക. അതുകൊണ്ട് അവിടെ ഒരു ഹൈഡിങ്ങും നമുക്ക് പറ്റത്തില്ല. സെയിം വേ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വൺ ഡേ വിൽ ബി റിവീൽഡ്. അത് വെളിച്ചത്തിൽ ദൈവം കൊണ്ടുവരും. സോ ബി കെയർഫുൾ വിത്ത് അവർ ക്രിസ്ത്യൻ ലൈഫ്. അത് ദൈവ ആത്മാവ് നമ്മളെ നയിക്കണമെങ്കിൽ വി ഷുഡ് നോട്ട് ബി ബ്ലൈൻഡ്. ദൈവ ആത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ സംസാരിക്കണമെങ്കിൽ വി ഷുഡ് നോട്ട് ബി ഇഗ്നറന്റ് ടുവേർഡ്സ് ഹിസ് വേർഡ്. വി ഷുഡ് ഒബേ. അല്ലേ? നമ്മൾ അനുസരിക്കണം. ഹീ ഈസ് അവർ പീസ്. ഹീ ഈസ് അവർ ലൈഫ്. അവൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. കർത്താവും എല്ലാത്തിനും എല്ലാന്ന് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ ആവണം. അതുകൊണ്ട് ദൈവ ആത്മാവ് തന്നെ സഹായിക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് പോയി മുട്ടുമേ നിൽക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. ഈസ് എവർ ഫോർഗിവിങ്. പിന്നെ ഇതിനൊരു സൊല്യൂഷന് ദൈവത്തിൽ നിന്നേ കിട്ടത്തുള്ളൂ. ബിക്കോസ് ദൈവം ഒരു മനുഷ്യനെ ഹമ്പിൾ ആക്കുന്നത്. നെബൂഖദ്നേസർ രാജാവിനെ നോക്കിയാൽ മതി. അത്രയും വിക്കഡ് ആയിട്ടുള്ള രാജാവ് ദൈവം തന്നെ ഹമ്പിളാക്കിയത്. അതുകൊണ്ട് നമ്മൾ അത് എങ്ങനെ അവര് ഹമ്പിളായത് എങ്ങനെയാ? പല പ്രോഫറ്റ്സിന്റെ പ്രാർത്ഥനയാ. അല്ലേ? അവര് മുട്ടുമേ നിന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ അടുത്ത് മുമ്പേ പോയി നിന്ന് താന്ന് വീണ് ഹൃദയപൂർവ്വം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കർത്താവേ, എനിക്ക് ഇന്ന ശത്രുക്കളുണ്ട്, എന്നെ സഹായിക്കണം, അവരെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണം കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അടുത്ത് അത്ര താന്ന് അപേക്ഷിക്കുക. എൻ്റെ ഹൃദയത്തിലുള്ള വെറുപ്പ് അങ്ങ് മാറ്റി തരണമേ പ്രാർത്ഥിക്കുക. കർത്താവ് മാറ്റിത്തരും. കർത്താവ് നമ്മളെ സഹായിക്കും. കർത്താവ് അതിനു വേണ്ടിയായിരിക്കുന്നത്. നമ്മളെ പ്രാർത്ഥന കേൾക്കുന്നത് കർത്താവ് കേൾക്കാൻ വേണ്ടിയും നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവാത്മാവ് ഈ വചനത്താൽ നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം ഉണ്ടാവട്ടെ.